DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാവരും, പ്രത്യേകിച്ച് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നീലവെള്ള കാർഡുകാർക്ക് അരിക്ക് പുറമെ പുതിയ വിഹിതങ്ങൾ കൂടി ലഭിക്കുകയാണ്. അതുപോലെ റേഷൻ കാർഡ് ഉള്ളവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടപടികൾ നേരിടേണ്ടിയും വരും. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷാ സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 2 മുതൽ ആരംഭിച്ച അപേക്ഷാ സമർപ്പണം ജൂൺ 30 വരെയായി സർക്കാർ നീട്ടിയിട്ടുണ്ട്. ജൂൺ 18-ാം തീയതി വരെ 20,766 പേരാണ് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായി അപേക്ഷിച്ചത്. പരിശോധനയിൽ ഇവർ അർഹരാണെന്ന് കണ്ടാൽ പിങ്ക് കാർഡ് ലഭിക്കും. മുൻഗണനാ വിഭാഗത്തിൽ കടന്നുകൂടിയ സാമ്പത്തികമായി മെച്ചമായ നിലയിലുള്ള 20.08 ലക്ഷം പേർ അവരുടെ പിങ്ക് കാർഡുകളും 3,168 പേർ മഞ്ഞ കാർഡുകളും ഭക്ഷ്യവകുപ്പിന് മടക്കി നൽകിയിട്ടുണ്ട്. പിങ്ക് വിഭാഗത്തിലെ 2.08 ലക്ഷം പേരുടെ റേഷൻ വിഹിതം ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നതിനാൽ പുതുതായി വരുന്നവർക്ക് പിങ്ക് കാർഡിന്റെ സൗജന്യ അരിയും ഗോതമ്പുമൊക്കെ അനുവദിക്കാൻ പ്രയാസം വരില്ല. പുതിയ അർഹരായവർ ഈ ഒഴിവിലേക്ക് വന്നില്ലെങ്കിൽ കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുവാനും സാധ്യതയുണ്ട്. അതിനാൽ പിങ്ക് കാർഡിന് അർഹതയുള്ള നീലവെള്ള കാർഡുകാർ ജൂൺ 30-ന് മുൻപായി തന്നെ അപേക്ഷിക്കണം. 1,00,000-ഓളം അപേക്ഷകർ സർക്കാർ പ്രതീക്ഷിക്കുന്നു. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ഓഗസ്റ്റ് 31-നകം നടപടി പൂർത്തിയാക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന ഒഴിവുകളും നിലവിൽ ലഭിച്ചിരിക്കുന്ന അപേക്ഷകളുടെ എണ്ണവും വച്ച് നോക്കുമ്പോൾ അപേക്ഷിച്ചതിൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ മുൻഗണനാ കാർഡായ പിങ്ക് കാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനാൽ അർഹതയുള്ളവർ ഉടൻ അപേക്ഷിക്കുക. നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ അപേക്ഷിക്കുവാനും പറയുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് കാർഡ് മാറുന്നതിനായി അപേക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ അറിയിപ്പ്: സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഇപ്പോൾ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. AAY മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. 3 മാസത്തിലൊരിക്കലാണ് വിതരണം. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ വിഹിതമായ മണ്ണെണ്ണയുടെ വിതരണമാണ് ജൂൺ 21 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. വൈദ്യുതിയില്ലാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. എല്ലാ കാർഡുകാർക്കും 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപ നിരക്കിലാണ് വിതരണമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. അടുത്തത്: ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇനി 7 ദിവസങ്ങൾ കൂടിയാണ് റേഷൻ കടകളിലൂടെ നടക്കുക. ഈ മാസവും വെള്ളക്കാർഡിന് 6 കിലോ അരിയും നീലക്കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരിയും സ്പെഷ്യൽ വിഹിതമായി 3 കിലോ അരിയും തന്നെയാണ് ലഭിക്കുന്നത്. ഇനി മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ തുടർച്ചയായ മാസങ്ങളിൽ ഒരു റേഷൻ വിഹിതവും വാങ്ങാതിരുന്നാൽ നിങ്ങളുടെ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതാണ്. നീല കാർഡുകാരും തുടർച്ചയായി ഒന്നും വാങ്ങാതിരുന്നാൽ വെള്ള കാർഡിലേക്ക് മാറ്റുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞ, പിങ്ക് കാർഡുകാരും റേഷൻ വാങ്ങാതിരുന്നാൽ വെള്ളക്കാർഡിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. നീലക്കാർഡ് വർഷങ്ങളായി ആർക്കും നൽകാത്തതിനാൽ മഞ്ഞ, പിങ്ക് കാർഡുകാരെ നീലക്കാർഡിലേക്കല്ല വെള്ളക്കാർഡിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഒരു വിഹിതവും വാങ്ങാത്തവരെയാണ് മാറ്റുന്നത്. അതും തുടർച്ചയായി 3 മാസത്തിലധികം ഒന്നും വാങ്ങാത്തവരെ. അങ്ങനെയുള്ളവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റി പകരം മഞ്ഞ, പിങ്ക് കാർഡുകളൊക്കെ കാത്തിരിക്കുന്നവർക്ക് അവ നൽകുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും 10,000-കണക്കിന് പേരെയാണ് റേഷൻ വാങ്ങാത്തതിനാൽ വെള്ളക്കാർഡിലേക്ക് മാറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.